ഹായ് ചിൽഡ്രൻ, ഹൗ ആർ യു? നമ്മുടെ ലോക്ക് ഡൗൺ നീട്ടിയിരിക്കുകയല്ലേ. നമ്മുടെ ഈ വല്ലാത്ത കാലഘട്ടത്തിൽ അത്യാവശ്യമായതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പഠനം തുടരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനും 2-4 ദിവസത്തെ ഗ്യാപ്പ് ഞാൻ തന്നിരുന്നു. വിഷു ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊരു വലിയ ആഘോഷമായിട്ടൊന്നും നമുക്ക് സമീപിക്കാൻ കഴിയില്ല. കാരണം ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയമുള്ള ആർക്കും ആഘോഷങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ആ ചടങ്ങ് ചെയ്യുകയാണ് ചെയ്തത്, വിഷുവിൻ്റെ ചടങ്ങുകൾ. അപ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരായി തീരുന്നത്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ളവൻ്റെ വേദന നമ്മൾ നമ്മുടെ വേദനയായി കരുതുകയും അത് അതേപടി അനുഭവിക്കുകയും ഉള്ളിൽ ചെയ്യുമ്പോഴാണ് നമ്മളിൽ നല്ലൊരു ഹൃദയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഇപ്പോൾ ലോകം വലിയൊരു തകർച്ചയുടെ മുന്നിലാണ്. ഇനി അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ആളുകളാണ് നിങ്ങളിലാണ് ലോകത്തിൻ്റെ പ്രതീക്ഷ. അപ്പം അതിന് നമുക്ക് വിദ്യാഭ്യാസം വളരെ അനിവാര്യമായതുകൊണ്ട് നമുക്ക് ഈ ഒഴിവ് സമയത്ത്, വീട്ടിൽ അടങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയിൽ തുടരാം. അപ്പോൾ ഞാനൊരു വിഷു ആശംസകളൊക്കെ പറയാതിരുന്നത് കൊണ്ടാണ്, ആശംസിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസിൽ 12 ടെൻസുകളിലെ ആദ്യത്തെ 12 ടെൻസ് അല്ല, 3 ടെൻസുകളാണ്. വേറെ 3 ടെൻസസ് മെയിൻലി. They have divided the 3 tenses into 12 tenses. I have told you. അതിൽ സിമ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട 3 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നിയമങ്ങൾ നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. നമ്മൾ ആദ്യമായിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഓരോ ടെൻസിനും അതിൻ്റെതായ വെർബ് ഫോം ആൻഡ് ഇറ്റ്സ് ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്സിലറി വെർബ് ഓർ വെർബ്സ്. Some tenses have 2 auxiliaries, one for singular and the other for plural. Most of the tenses. Some of them have 3. Okay, then അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ടെൻസിനും അതിൻ്റെതായ വെർബ് ഫോം ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഓക്സിലിയറി വെർബ് ഉണ്ട്. അത് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ഞാൻ വിവരിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അറ്റ് എനി ടൈം മെയിൻ വെർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ അതിൽ യൂസ് ചെയ്യൂ. V1 എന്ന ഓമന പേരിട്ട് നമ്മൾ പറഞ്ഞ പ്രസന്റ് ഫോം ഓഫ് ദ വെർബ്, അത് മാത്രമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക. അത് മറക്കരുത്. അപ്പോൾ വെർബിന്റെ ഫോം V1. Then there are 2 auxiliary verbs which are used mainly in simple present tense. Those are do and does. Do related to plural, that means ബഹുവചനം. ബഹുവചനത്തിനാണ് നമ്മൾ എപ്പോഴും സബ്ജക്റ്റ്. If the subject becomes singular, you should use does. If it is plural, we can use do. അപ്പോൾ ഡു പ്ലൂരലും ഡസ് സിംഗുലറും എന്നുള്ള സങ്കല്പത്തിൽ എത്തിച്ചേരുക. ഒരു ഡൗട്ട് ചിലവർ പറയുമ്പോൾ ഈസ് ആർ എം ഒക്കെ സിമ്പിൾ പ്രസന്റിൽ വരാറുണ്ടല്ലോ. ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കൂടുതൽ നീട്ടുന്നില്ല. കാരണം മെയിൻ വെർബ് ഇല്ലാത്ത സെന്റൻസുകളിലാണ് നമ്മൾ സാധാരണ ഈസ് ആർ എം എന്നൊക്കെ കാണാറുള്ളത്. ദെൻ അതിലൊരു പ്രത്യേക കാര്യം പറഞ്ഞിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഇഫ് ദ സബ്ജക്റ്റ് ബിക്കംസ് സിംഗുലർ, സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ യു ഷുഡ് ആഡ് എസ് ഓർ ഇഎസ് ടു ദ മെയിൻ വെർബ്. അതായത് നമ്മൾ എഴുതാൻ പോകുന്ന വാചകം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വാചകം, അതിന്റെ സബ്ജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് സിംഗുലർ
സിംഗുലർ ആണെങ്കിൽ വെർബിനോട് കൂടി എസ് എന്നോ ഇ എസ് എന്നോ ചേർക്കണം. നമ്മൾ ഒരുപാട് കണ്ട് ഷീ റൈറ്റ്സ് എ നോവൽ, റൈറ്റ്സ്. ഹി ഈറ്റ്സ് എ മാംഗോ, ഹി ഡ്രിങ്ക്സ് കോഫി. വെർബിന്റെ കൂടെ ഒരു സൗണ്ട് വരുന്നുണ്ട് ഇല്ലേ? ഡ്രിങ്ക്സ്, ഈറ്റ്സ്, swallows, swims, flies. That's it. അപ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അങ്ങനെ വേണം, പ്ലൂറൽ ആണെങ്കിൽ വേണ്ട. ദാറ്റ് മീൻസ് പീപ്പിൾ. പീപ്പിൾ മീൻസ് ജനങ്ങൾ. ജനങ്ങൾ ഈസ് നോട്ട് എ സിംഗുലർ വേർഡ്, ഇറ്റ് ഷോസ് പ്ലൂറൽ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങളെയും ജനങ്ങൾ പീപ്പിൾ എന്നുള്ള വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുക. സോ ഇറ്റ് ഈസ് പ്ലൂറൽ. അതിന്റെ കൂടെ ഒരിക്കലും അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഒരിക്കലും വെർബിന്റെ കൂടെ എസ് ഒ എസ് ഒ നമ്മൾ ചേർക്കാൻ പാടില്ല. ആ നിയമം നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഇ എസിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ട് ഞാൻ ചെറിയൊരു സൂചന തരുന്നു. കൂടുതൽ അതിൻ്റെതായ ഒരു പോർഷൻ പിന്നീട് ഞാൻ വെക്കാം. അതായത് എക്സ്, സി എച്ച്, എസ് എച്ച്, ഒരു കോൺസണന്റ് പ്ലസ് വൈ, അങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ട്. അത് പറയാം. അതിൽ ഡീറ്റെയിൽ ആയി നമുക്ക് അതിലേക്ക് ഇറങ്ങുമ്പോൾ സംസാരിക്കാം. നമ്മൾ അതിന്റെ സ്ട്രക്ചർ ആദ്യം പഠിക്കുക. എന്തായാലും സെന്റൻസിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് സെന്റൻസ് ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് രവി പാൽ കുടിക്കുന്നു എന്നാണ് വാചകം പറഞ്ഞത് എന്ന് തോന്നുന്നു. നമുക്ക് ആ വാചകത്തെ നിർമ്മിക്കാം. സിമ്പിൾ പ്രസന്റിലുള്ള ഒരു വാചകമാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് അവിടെ എഴുതി വെക്കാം. നീ അത് മറക്കണ്ട. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതില് നമ്മൾ ഫസ്റ്റില് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന വാചകം രവി പാൽ കുടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയിരുന്നു. ഡു, ഡസ് എന്നൊക്കെ ഡസ് വാചകത്തിൽ ഉപയോഗിച്ചാൽ വെർബിനോട് കൂടി എസ് ഒ എസ് ഒ ചേർക്കേണ്ട എന്നൊരു നിയമം കൂടി അതിലുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ വരാം. വെറുതെ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രവി പാൽ കുടിക്കുന്നു. ഈ സിമ്പിൾ പ്രസന്റ് ഒക്കെ എന്നൊരു പ്രയോഗം ഉണ്ടാവും. വലിയ പ്രധാനപ്പെട്ട ഒരു ടെൻസാണ് ഇംഗ്ലീഷിലെ സിമ്പിൾ പ്രസന്റ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു നാടകമൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് അതിൻ്റെ ഒരു വിവരണം നൽകുകയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയി. പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കും. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയുക, അയാൾ മുന്നോട്ട് നടന്നു വരുന്നു. നാടകത്തിലെ വില്ലൻ പിന്നിൽ നിന്ന് കത്തിയുമായി ചാടി വീഴുന്നു. ഒരു പ്രയോഗം ഉണ്ടായിരിക്കും എപ്പോഴും, മിക്കവാറും സിമ്പിൾ പ്രസന്റ് ടെൻസ്. അങ്ങനെ ഒരു പ്രത്യേകത മെയിൻ വെർബുള്ള സെന്റൻസുകളൊക്കെ. സോ അത് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണ്. നമുക്ക് ഓരോ നിയമമായിട്ട് പാലിക്കും. നമുക്കറിയാം. ഇപ്പൊ ഞാൻ നാളെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു. ഇതിലെ വർക്ക് പറ്റുന്നോണ്ട് ഇതിലറിയാം. കുടിക്കുന്നു. ഹു, ആര് കുടിക്കുന്നു? ഇറ്റ് ഈസ് രവി, ദാറ്റ് ഈസ് എ സബ്ജക്ട്. വാട്ട്, എന്ത് കുടിക്കുന്നു? ഇറ്റ് ഈസ് പാൽ, ഒബ്ജക്ട്. Then this is the structure of the Malayalam, SOV, but in English the structure of an assertive sentence would be SVO. Don't forget it. Subject, verb, object. ഈ രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റണം. അപ്പൊ സബ്ജക്ട് ആരാണെന്ന് നമുക്കറിയാം. ഇതായിരിക്കണം ഇംഗ്ലീഷിലെ ഒരു സ്ട്രക്ചർ. ഒരു അസർട്ടീവ് സെന്റൻസ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്, അതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഒന്നും നിർബന്ധമുള്ള കാര്യമില്ല. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ്, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോ നമ്മൾ ഇതിലെ സബ്ജക്റ്റ് ആരാണ്? ഇറ്റ് ഈസ് രവി. നമ്മൾ ആദ്യത്തെ വാചകം നിർമ്മിക്കുകയാണ്. സിമ്പിൾ പ്രസന്റില് രവി. ഓക്കെ, ഇറ്റ് ഈസ് രവി. Then we should write verb. In Malayalam it is object, but in English it should be verb. മറക്കരുത്. Listen here. The second part is object in Malayalam, but in English it should be verb. The second place should be given to the verb. In Malayalam it is to the object. So we should select verb that is kudikunu. That is kudikunu. What is English word for kudikunu? Kudikiga. Drink. You know. It's an irregular verb. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ, റെഗുലർ വെർബ് സാധാരണ വെർബ് അല്ലാതെ ഇറ്റ് ഈസ് ഇറഗുലർ വെർബ്.
കാരണം ഡ്രിങ്ക്ഡ് എന്നല്ല പറയും നമ്മൾ. ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രിങ്ക്ഡ് അല്ല, ഡ്രിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റി. അത് സാധാരണ വർബുകൾക്കാണ് അങ്ങനെ ചെയ്യുക. വാക്ക്ഡ്, ഓക്കെ, ഇറ്റ് ഈസ് റൈറ്റ്. ബട്ട് ഇൻ ദിസ് കേസ് ഡ്രിങ്ക് is an irregular verb. It is a member of irregular verbs group. Okay. Though, what is the three form of the verb drink? Drink, drank, drank. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. Then നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. So we should use drink here. ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഈ ഡ്രിങ്ക് ഇവിടെ കൊടുത്തത്? ഇംഗ്ലീഷിന്റെ അസർട്ടീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ SVO ആണ്. സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് അങ്ങനെയാണ്. സോ നമ്മൾ സബ്ജക്ട് രവി എഴുതി, ദെൻ വെർബ്. പക്ഷെ ഇവിടെ ഒരു നിയമം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ഞാൻ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇഫ് ദ സബ്ജക്ട് ബിക്കംസ് സിംഗുലർ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, പറഞ്ഞോ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിനോട് കൂടി എസ് എന്നോ ES എന്നോ ചേർക്കണം. സോ നമുക്കിവിടെ എസ് ചേർത്ത് കൊടുക്കാം. ഡ്രിങ്ക്സ്, രവി ഡ്രിങ്ക്സ്. ഇവിടെ ES ചേർക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ SHCH അങ്ങനെയൊന്നും വരുന്ന കേസ് അല്ല, കോൺസണന്റ് അങ്ങനെ വരുന്ന കേസുകളല്ല. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. സാധാരണഗതിയിൽ ഈ നിയമം നമുക്ക് പാലിച്ചു പോവാം. കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് പറഞ്ഞു വരുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ നിയമങ്ങളും കൂടി ഒന്നിച്ച് വലിച്ചു വാരി വെച്ചാൽ നമുക്ക് കൺഫ്യൂഷനാണ്. സോ നമുക്ക് എസ് ചേർക്കാം. വല്ലാത്ത സന്ദർഭം SHO CHO, ഇവിടെ SH അല്ല അവസാനിക്കുന്നത്, CHO അല്ല അവസാനിക്കുന്നത്, T അല്ല അവസാനിക്കുന്നത്, X എന്നല്ല അവസാനിക്കുന്നത്. അതുകൊണ്ട് അവിടെ ES വേണ്ട, നമുക്ക് S തന്നെ കൊടുക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഡ്രിങ്കിന്റെ കൂടെ നമ്മൾ S കൊടുക്കാൻ കാരണം? സബ്ജക്ട് ഈസ് സിംഗുലർ. സോ ഇനി ഇവിടെ ഉള്ളത് ആകൊരു വാക്കേ ഉള്ളൂ. ദാറ്റ് ഈസ് ഹിയർ ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് ആരാണ്? പാൽ. പാലിന്റെ ഇംഗ്ലീഷ് മിൽക്ക്. ഇറ്റ് ഈസ് മിൽക്ക്. ദെൻ the sentence is completed here. It is a sentence. There is no mistake in it. Ravi drinks milk. Ravi പാൽ കുടിക്കുന്നു. Then ഇനി നമുക്ക് വേറെ വഴിക്ക് ചിന്തിക്കാം. ഇങ്ങനെ ഒരു വാചകം നമുക്ക് കിട്ടി. ഉടനെ നമ്മൾ ആ 3 വാക്കുകൾ എഴുതുക വാചകം. There are 3 words only. You can see 3 words in the sentence. ഈ 3 വാക്കുകൾ രവി ഡ്രിങ്ക്സ് മിൽക്ക് 3 വാക്കുകൾ. ഈ 3 വാക്കുകൾ ഏതാണ് വെർബ് എന്ന് നമുക്ക് നോക്കിയാൽ കിട്ടുന്നു. ഡ്രിങ്ക്സ്, then who drinks, that is Ravi, that is the subject. What drinks, that is milk, that is object here, SVO. That's correct. Then ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ എഴുതി തന്ന ഒരു കാര്യം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. We should ask a question here. We should make a question here. The answer should be milk. If you make a question here, the answer should be milk. Milk എന്നായിരിക്കണം ആ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഈ മലയാളത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ മലയാളമല്ല പഠിക്കുന്നത് കേട്ടോ, എങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ എന്ത് ചോദിച്ചാലാണ് ഈ പാലിന് ഉത്തരം കിട്ടുക? രവി എന്ത് കുടിക്കുന്നു? രവി എന്ത് കുടിക്കുന്നു? ഞാനത് ഇവിടെ നിന്ന് എഴുതുന്നു. രവി മലയാളം മുഴുവൻ എഴുതിയിട്ടാണ് ആദ്യത്തെ 1 ടെൻസ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. രവി എന്ത് കുടിക്കുന്നു? That is the question here. രവി എന്ത് കുടിക്കുന്നു? നമുക്ക് ഈ വാചകത്തിനെ അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് എഴുതി വെക്കലല്ല ഇംഗ്ലീഷ്. രവി വാട്ട് ഡ്രിങ്ക്. രവി വാട്ട് ഡ്രിങ്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ സെന്റൻസ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞിട്ട് മലയാളത്തിന് അതേപടി ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയില്ല. The structure is totally different. മലയാളത്തിന്റെ സ്ട്രക്ചറേ അല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്ട്രക്ചർ പറഞ്ഞു തന്നിരുന്നു. If you want to make a direct question in English, please follow this structure. What was the structure? Question word, auxiliary verb, subject, verb. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ചോദ്യത്തിന്റെ ഘടന? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ്
ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. അഗെയിൻ ഒന്നുകൂടി പറയുന്നു, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആണ് എഴുതേണ്ടത്, രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് ഓക്സിലിയറി വെർബാണ്, മൂന്നാമത് നമ്മൾ എഴുതേണ്ടത് വാചകത്തിന്റെ സബ്ജക്റ്റ് ആണ്, നാലാമത് നമ്മൾ എഴുതേണ്ടത് വെർബാണ്. അപ്പോൾ what is the structure of a question? Then it should be the question word plus auxiliary verb plus subject plus verb. That's an easy way. അത് പഠിച്ചിരിക്കും. Question word plus auxiliary verb plus subject plus verb. ഈ ടെൻസിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിലവിലുള്ള 2 ഓക്സിലിയറി വെർബ്സ്. തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആരൊക്കെയാണത്? ഡു, ഡസ് മറക്കേണ്ട. എനിവേ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വെക്കാനാണ് പറയുന്നത്. We have studied about I think at least 15 question words. That means what, എന്ത്, which, ഏത്, where, എവിടെ, when, എപ്പോൾ, who, are, whom, ആരെ അല്ലെങ്കിൽ ആർക്ക്, അങ്ങനെയൊക്കെ അർത്ഥം വരും അതിന്. whose, ആരുടെ, how, എങ്ങനെ, how many, എത്ര, how much, എത്രത്തോളം, ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന സാധനമാണ് how much, how long, എത്ര കാലം, how often, എത്ര തവണ, how old, എത്ര പ്രായം. ഈ രീതിയിൽ there are 15 main question words which are used commonly. Then usually here we are going to construct a question here to get the answer. Milk, we want to get the answer milk, but the question should follow this sentence. ഈ സെന്റൻസിനെ തന്നെ ഫോളോ ചെയ്യണം, അല്ല വേറെ ഒരു ക്വസ്റ്റ്യൻ ആക്കി കൊടുത്തിട്ട് കാര്യമില്ല. ഈ മിൽക്ക് ഉത്തരം കിട്ടാൻ ഇതേ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കണം, അതാണ് പ്രധാനം. ഇതേ ഈ വാചകത്തിന്റെ മീനിങ്ങിന്റെ ആ ഡൊമൈൻ്റെ ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ then this will be the question. രവി എന്ത് കുടിക്കുന്നു. ഇപ്പൊ ഇതൊക്കെ ചെറിയ വാചകമല്ലേ, എന്താ അത്ര അധികം പഠിക്കാമെന്ന് തോന്നുന്നു. കുട്ടികളെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇംഗ്ലീഷിലെ എത്ര വലിയ വാചകത്തിന്റെയും സ്ട്രക്ചർ ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ദെൻ ഈ ക്വസ്റ്റ്യൻ മലയാളത്തിൽ ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കെന്താണ് എന്ന് നോക്കാം. രവി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ. രവി എന്നുള്ളത് ഒരു പേരാണ്, ഇറ്റ്സ് എ നെയിം, ഇറ്റ്സ് എ നൗൺ. എന്ത്, അതൊരു ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. കുടിക്കുന്നു എന്നുള്ളത് ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കല്ല. ദ വേർഡ് കുടിക്കുന്നു ഡസ് നോട്ട് ഡിനോട്ട് എ ക്വസ്റ്റ്യൻ വേർഡ്. ദെൻ ഏതാണ് ഇതിൽ ക്വസ്റ്റ്യൻ വേർഡിനെ സൂചിപ്പിക്കുന്ന വാക്ക്? ഇറ്റ് ഈസ് എന്ത്. വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. ഇറ്റ് ഈസ് വാട്ട്. വാട്ട് ഈസ് യുവർ നെയിം, എന്താ നിന്റെ പേര്. ദെൻ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്. ദെൻ I am going to construct the question here. What is the structure of the question? Question word plus auxiliary verb plus subject plus verb. Then firstly we are going to write the question word here, what. Okay, we have written the first part of the question, that is the question word. Secondly, auxiliary verb. രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഓക്സിലിയറി വെർബ്. ഇത് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് വാചകത്തിന്റെ ചോദ്യം ഉണ്ടാകുന്ന അതിന്റെ സബ്ജക്റ്റിനെ നോക്കണം. ഹിയർ ഈസ് എ സബ്ജക്റ്റ് രവി. രവി സിംഗുലർ, രവി ഏകവചനാണ്. രവി ഏകവചനമായതുകൊണ്ട് വി ഷുഡ് നോട്ട് യൂസ് ഡു. ഡു ഉപയോഗിക്കാൻ പാടില്ല, ഡു പ്ലൂറൽ ആണ്, ഡസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് ഓക്സിലിയറി വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് സെന്റൻസിന്റെ ചോദ്യമാണോ എഴുതുന്നത് അതിന്റെ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള വാചകത്തിന്റെ സബ്ജക്റ്റ് ആരാണോ അയാളാണ് തീരുമാനിക്കുന്നത് ചോദ്യത്തിന്റെ ഓക്സിലിയറി വെർബ് ഏതാണ്. അതായത് ആ സബ്ജക്റ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതുക, അപ്പൊ അതിന് അനുയോജ്യമായിരിക്കണം. ദെൻ രവി സിംഗുലർ ആണെങ്കിൽ ഏതൊക്കെ ഓക്സിലിയറി വെർബുകളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളത്? ഡു ആൻഡ് ഡസ് മെയിൻ ഓക്സിലറീസ്. അതിൽ ഡു പ്ലൂരൽ ആണ്, ബഹുവചനാണ്, ഡസ് ആണ് ഏകവചനം. അപ്പൊ രവി ഏകവചനമാണ്. സോ നമ്മൾ ഇവിടെ ഡസ് എഴുതി, DOES ഡസ്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡായി, ഓക്സിലിയറി വെർബായി, പ്ലസ്
ഇനി സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. യു നോ സബ്ജക്ട് ഹിയർ ഇറ്റ് ഈസ് രവി. ഇറ്റ് ഈസ് രവി. രവി. അപ്പോ ഒരു ചോദ്യത്തിലെ 3 ഘടകങ്ങൾ എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഇനി വേണ്ടത് വെർബാണ്. വെർബ് ഏതാണ്? ഡ്രിങ്ക്സ് എന്നാണ് നമ്മുടെ വെർബ് അല്ലേ? അറിയില്ലേ ക്വസ്റ്റ്യന്റെ ഓർഡർ? ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്ട് വെർബ്. വെർബ് ഇവിടെ ആരാണ്? സോറി, ഡ്രിങ്ക്സ് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഒട്ടനെ എടുത്ത് എഴുതുന്നതാണ് ഡ്രിങ്ക്സ് എന്ന് എടുത്ത് എഴുതും. ആ ഡ്രിങ്ക്സ് അങ്ങനെ എടുത്ത് ഇവിടെ എഴുതും. ഒരു പ്രശ്നമില്ല അവിടെ. നമ്മുടെ നിയമങ്ങളിലേക്ക് തിരിച്ചുപോയി ആലോചിക്കൂ. If you use does in a sentence, here is does has written, has been written here. Does ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി വെർബിനോട് കൂടി എസ്ഒ ചേർക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. സോ നമ്മൾ ഈ എസ് ഒഴിവാക്കിയിട്ട് ഡ്രിങ്ക് മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. Then question mark. ഇതൊന്നും എഴുതാനില്ല. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്ട് verb. Then is a question. What does Ravi drink? എന്താണ് രവി കുടിക്കുന്നത്? ചോദ്യമായി ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് verb. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മള് ചോദ്യം വരികയും നിങ്ങൾ ഈ പല ഇംഗ്ലീഷിലെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് ഈ സംഗതി ഇത്രയേ ഉള്ളൂ. ഇതാണ് ഘടന. പക്ഷെ ഇവരൊക്കെ കുറെ വാളിയും മാലിയും സാരിയും പാന്റും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ചില വാചകങ്ങൾക്ക് വല്ലാത്ത നീളം. അതിനെക്കുറിച്ച് നമ്മൾ ഭാവിയിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ് വാചകങ്ങൾക്ക് നീളം വയ്ക്കുന്നത്. അതുപോലെ ക്ലോസുകൾ അങ്ങനെ ചേർത്ത് വെച്ചിട്ടൊക്കെയാണ് പല ആടയാഭരണങ്ങൾ ഇവരൊക്കെ അടിയുന്നത് കൊണ്ടാണ് വാചകങ്ങൾക്ക് നീളം വയ്ക്കും പലപ്പോഴും. അപ്പോൾ ഇതന്നെയാണ് അതിന്റെ ഘടന. അപ്പൊ ഇതിൽ വേറെ ഒരു വാക്കുകളും ബാക്കിയില്ല ഈ വാചകത്തിൽ. നമ്മൾ ഏറ്റവും സിമ്പിൾ സെന്റൻസ് ആണ് സിമ്പിൾ പ്രസന്റ് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. That is Ravi drinks milk. Then Ravi എന്ത് കുടിക്കുന്നു ചോദിച്ചു. Then question word auxiliary subject verb does ഉപയോഗിക്കാൻ കാരണം രവി ഏകവചനായതുകൊണ്ടാണ്. ഇനി ഡ്രിങ്ക്സിലെ ഡ്രിങ്ക് എന്ന് മാത്രമേ നമ്മളിവിടെ വെർബിൽ ഉപയോഗിച്ചുള്ളൂ. കാരണം വാചകത്തിൽ ഡസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡസ് സാധാരണ വാചകങ്ങൾ ഉപയോഗിക്കാറില്ല. ഇതുപോലെ ചോദ്യം ചോദിക്കുമ്പോഴോ ഒക്കെ സ്ട്രെസ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇനി അതിനെ കുറിച്ച് പറയാണ്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേറൊരു തരം ചോദ്യം. ചില ആളുകൾ അങ്ങനെയാണ്, ഭയങ്കര സംശയമാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് വീടൊക്കെ പൂട്ടി പുറത്തിറങ്ങിയാൽ വീണ്ടും വിദ്വാന്മാര് കയറി വരും. ചാവി ശരിക്കും പൂട്ടിയിട്ടില്ല, നമ്മളൊരു സാധനം അവിടെ തന്നെ വെച്ചിട്ടില്ലേ എന്ന് എപ്പോഴും ഡൗട്ട്. ആരെയും വിശ്വസിക്കാത്ത ആൾക്കാർ, എല്ലാവരെയും ഡൗട്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. വലിയ കുഴപ്പമാണ് അത്. അതുപോലെ അവരൊക്കെ ചോദിക്കും ഇങ്ങനെ, ശരിയാവോ അത് ചെയ്യോ? നമ്മളോട് നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് പ്രകാശ്. എന്നാൽ നമ്മുടെ പേരുകൾക്ക് അറിയാം, പക്ഷെ ഒരു സംശയമുണ്ട് അതാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, അല്ല താങ്കളുടെ പേര് പ്രകാശൻ എന്നല്ലേ? അത്തരം ചോദ്യങ്ങളാണ് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുക. അത്തരം ചോദ്യങ്ങൾക്ക് സംശയ ചോദ്യങ്ങൾ, ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാറുണ്ട്. ഇതിനൊക്കെ WHO ക്വസ്റ്റ്യൻ എന്ന് പറയും. ജാതി ചോദ്യങ്ങളെ ചിലവർ അങ്ങനെ പറയാറുണ്ട്. വാട്ട് അങ്ങനെ W വെച്ച് തുടങ്ങണം അങ്ങനെ ചോദ്യം. മാത്രമല്ല അതിൽ ഹൗ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളും. ദെൻ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്ന ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുന്നത്, നീ ഒരു വിഡ്ഢി, ആർ യു എ ഫൂൾ? അല്ലെങ്കിൽ നമ്മളോട് അയാൾ പറഞ്ഞാൽ യു ആർ എ ഫൂൾ എന്ന് പറഞ്ഞാൽ മതി. അതല്ല പറഞ്ഞ ആർ യു എ ഫൂൾ, നിങ്ങളൊരു വിഡ്ഢിയാണോ? അതിന് ഉത്തരം ഒന്നുകിൽ യെസ് എന്നോ നോ എന്നോ ആണ്. യെസ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാണെന്ന് ഉറപ്പായി, നോ എന്ന് പറഞ്ഞാൽ അല്ല, ഇതിലേതെങ്കിലും ആണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. ഈ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻസിനെ, ഇത് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ അല്ല, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. അതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നും പറയും. കാരണം അതിന് ഉത്തരം ഒന്നുകിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്ന് വെച്ച് തുടങ്ങണം. ആർ യു ഗോയിങ് ടു ഡൽഹി? നിങ്ങൾ ഡൽഹിക്ക് പോവാണ്? യെസ് ഐ ആം ഗോയിങ് ടു ഡൽഹി. അതെ, ഞാൻ ഡൽഹിക്ക് പോവാണ്, അങ്ങനെയാണ് അത് പറയാം. അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഡൽഹി. നോ ഐ ഡു നോട്ട് ഗോ ടു ഡൽഹി, ഇങ്ങനെ പറയും. അപ്പോ
എപ്പോഴും അതിന്റെ തുടക്കത്തിൽ യെസ് എന്നോ നോ എന്നുണ്ടോ ഉത്തരത്തിന്റെ. അതുകൊണ്ട് അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നും പറയും. ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എന്നും പറയും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നും പറയും. നമ്മൾ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പൊ അതില് ഈ രവി പാല് കുടിക്കുന്ന ഒരു സംശയമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ചോദ്യം? രവി പാൽ കുടിക്കുന്നുവോ, അല്ലെങ്കിൽ പാൽ കുടിക്കുകയാണോ, അങ്ങനെയൊക്കെ വരാം. രവി പാൽ കുടിക്കുന്നുവോ അല്ലെങ്കിൽ രവി പാൽ കുടിക്കുകയാണോ, ഡൗട്ട്ഫുൾ. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ചോദ്യത്തില് പാൽ എന്നുള്ള വാക്കില്ല, മിൽക്ക്. ശ്രദ്ധിക്കുക, അതിന്റെ ഉത്തരാണ്. പാൽ എന്നുള്ളതിന്റെ ഉത്തരാണ്, മിൽക്ക് എന്നുള്ളതിന്റെ ഉത്തരാണ്. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. രവി പാൽ കുടിക്കുന്നു എന്നതിലുണ്ട്. വോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാൽ കുടിക്കുന്നുവോ, പാൽ കുടിക്കുകയാണോ, എല്ലാം ഉണ്ടായില്ല. പക്ഷെ ആണോ, ഇത്തരം ചോദ്യങ്ങളിൽ എന്തെന്ന് വെച്ച് തുടങ്ങാൻ പറ്റില്ല. അതായത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ യു ഷുഡ് ത്രോ ക്വസ്റ്റ്യൻ വേർഡ്. ദർ ഇസ് നോ നീഡ് ഓഫ് എ ക്വസ്റ്റ്യൻ വേർഡ് ദർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന്റെ ആവശ്യമില്ല. ബാക്കിയൊക്കെ സ്ട്രക്ചർ കറക്റ്റ് ആട്ടോ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സി പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് ആണെങ്കിൽ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ വരുന്നതിൽ തുടക്കം തന്നെ ഓക്സിലറിയുടെ മുകളിലാണ്. ദർ ഇസ് നോ നീഡ് ഓഫ് ക്വസ്റ്റ്യൻ വേർഡ് ദർ. ഈ ചങ്ങാതിനെ ഇവിടുന്ന് ഒഴിവാക്കുക. Then എന്തായിരിക്കും തുടക്കം? ദാറ്റ് ഈസ് ഓക്സിലിയറി. ഓക്സിലിയറി വെച്ച് തുടങ്ങണം. എന്താണ് സിമ്പിൾ പ്രസന്റ്? ഇതിൽ ഇവിടുന്ന് നോക്കി ഇങ്ങോട്ട് എഴുതല്ല കേട്ടോ. ആ രീതിയിൽ പഠിക്കരുതല്ലോ. ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചത് പലപ്പോഴും വഴുതി പോകുന്നതിന്റെ പ്രധാന കാരണം ഇതേ സ്ട്രക്ചറാണെന്ന് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ എന്തെടുത്തിട്ട് ഇങ്ങെടുത്ത് എഴുതി. അതൊന്നും അങ്ങനെയൊന്നും അല്ല ഇംഗ്ലീഷ് പഠിക്കാൻ. അങ്ങനെയൊക്കെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം. നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്, നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആരും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അധ്യാപകനെ അടി കിട്ടാതിരിക്കാനോ ചീത്ത കേൾക്കാതിരിക്കാനോ ഒക്കെ ആയിട്ട് അടിപ്പല്ലിലോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോപ്പി എഴുതിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഒരു വൃത്തിയായിട്ടൊരു പരിപാടി. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കുക. നമ്മളെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ആദ്യം. അപ്പോ ഇവിടെ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടല്ല ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത്, ഓക്സിലിയറി വെർബ് കൊണ്ടാണ്. ഹിയർ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഓക്സിലിയറി വെർബ് ഡു, ഡസ്, അങ്ങനെ രണ്ടെണ്ണാണ്. രവി ഏകവചനായതുകൊണ്ട് നമ്മൾ ഡസ് എന്ന് വെച്ച് തുടങ്ങും. ഡസ് ഓക്സിലിയറി വെർബ്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി സബ്ജക്ട് അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപേക്ഷിച്ചു. ഓക്സിലിയറി സബ്ജക്ട്. സബ്ജക്ട് ആരാണ്? രവി. ഡസ് രവി. അപ്പൊ ഓക്സിലിയറി വെർബ് സബ്ജക്ട്. ഇനി വേണ്ട വെർബാണ് ഡ്രിങ്ക്. ഡ്രിങ്ക്സ് വേണ്ടേ? ഡസ് ചേർക്കണ്ടേ? വേണ്ട. കാരണം വി ഹാവ് യൂസ്ഡ് ഡസ് ഹിയർ. നമ്മളിവിടെ ഡസ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് യൂസ് എസ് ടു ദ മെയിൻ വെർബ്. സോറി, എസ് ടു ദ മെയിൻ വെർബ്. സോ ഓക്സിലിയറി സബ്ജക്ട് വെർബ്. ഇതിവിടെ കഴിയായിരുന്നു ഈ ചോദ്യം. പക്ഷെ ഇതിവിടെ കഴിയില്ല. കാരണം ഇതിൽ ഉത്തരവ് ഉണ്ടാവും. നിന്റെ പേര് പ്രകാശൻ എന്നാണോ എന്നാണ്. പ്രകാശൻ എന്നാണ് അതിലുണ്ട്. ആണോ എന്നല്ലേ. അപ്പൊ അതുപോലെ തന്നെ പാൽ കുടിക്കുകയാണോ എന്നാണ്. ഓബ്ജക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ മിൽക്ക് ഇതിലെ ഈ ഓബ്ജക്റ്റും ഉത്തരവും ഇതിൽ തന്നെ ഉണ്ട്. ഏതാണ്ട് അങ്ങനെയാണ്. അതൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ചോദ്യം എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അപ്പൊ ഓക്സിലിയറി വെർബ് സബ്ജക്റ്റ് വെർബ്, പിന്നെ വാദ്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് ബാക്കി. ദാറ്റ് ഈസ് ഇവിടെ ഓബ്ജക്റ്റ് ആണ്, അത് എഴുതിയത് മാത്രം. അപ്പൊ ഈ സ്ട്രക്ചർ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യനിൽ വരുന്ന സ്ട്രക്ചറിൽ വ്യത്യാസം. there will be no question word there. ബാക്കി സ്ട്രക്ചർ കറക്റ്റ് ആണ്. മാത്രമല്ല പിന്നെ തന്നിട്ടുള്ള വാചകത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബാക്കി എഴുതണം. അവസാനം എടുക്കണമൊക്കെ എടുത്തിട്ട് എഴുതിക്കോളാം. അങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന സമയത്ത്. റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ഞങ്ങൾ തമാശക്ക് പറയും. വാചകത്തിലെ ബാക്കി ഭാഗം നമുക്കത് ആവശ്യം വരും വോയിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോ ഇവിടെ നമ്മൾ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എഴുതി. ദെൻ ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ? രവി പാൽ കുടിക്കുന്നുവോ? രവി പാൽ കുടിക്കുകയാണോ? യെസ്. അതെ. അതിന് ഞാൻ മലയാളം എഴുതില്ല. യെസ്, അതെ. യെസ്. there will be a pause. there is a comma. എപ്പോഴും നമ്മൾ പറയുമ്പോൾ are you going to tell? yes, I am going to tell you. അങ്ങനെയാണ് പറയാൻ നമ്മൾ. അപ്പൊ ഒരു പോസ് ഉണ്ട് അവിടെ. അതാണ് ഈ കോമ. യെസ്. പിന്നെ സാധാരണ നമ്മൾ ഈ വാചകം എഴുതുന്നേ, അതായത് പ്രസ്താവന വാചകം തന്നെ. രവി ഡ്രിങ്ക്സ്. രവി ഡ്രിങ്ക്സ് വാട്ട്?
മിൽക്ക്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടെ ഡ്രിങ്ക്സ് എസ് വന്നു, കാരണം there is no does here. ഇവിടെ ഓക്സിലറി വെർബിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് രവി ഡ്രിങ്ക്സ് മിൽക്ക്. ഇനി നോ എന്ന് പറയാൻ അറിയണ്ടേ? നോ അല്ല. നോ അവിടെ ഒരു പോസ് വരും, അതാണ് കോമ. നോ ഐ ആം നോട്ട് ഗോയിങ് ടു ഡൽഹി. അങ്ങനെ പറയും നമ്മൾ. ഐ ആം നോട്ട് ഗോയിങ് ടു ഡൽഹി. ഞാൻ ഡൽഹിയിലേക്ക് പോവുകയല്ല. അത് ഈ ടെൻസിലല്ല ഉണ്ടാവും ആദ്യം. ഐ ആം നോട്ട് ഗോയിങ് ടു ഡൽഹി. ഈ ടെൻസിൽ പറയുമ്പോൾ ഐ ഡു നോട്ട് ഗോ ടു ഡൽഹി. ഡു യു ഗോ ടു ഡൽഹി? നോ ഐ ഡോണ്ട് ഗോ ടു ഡൽഹി. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നോ ഒരു പോസ് ഉണ്ട്. രവി പാൽ കുടിക്കുകയല്ല എന്ന് നമ്മൾ പറയണം. ഇവിടെ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വരുന്നുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. SVO എന്നുള്ള രീതിയിൽ നമ്മൾ വാചകം എഴുതി. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്ട് വെർബ് എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നിർമ്മിച്ചു. ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ നിർമ്മിച്ചു. അതിൽ ക്വസ്റ്റ്യൻ വേർഡ് വേണ്ട, ബാക്കി സ്ട്രക്ചറൊക്കെ ഉണ്ട്. വാചകത്തിൽ ബാക്കിയുള്ളതൊക്കെ അതിൽ ചേർക്കണം. അങ്ങനെയാണ് നമ്മൾ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ നിർമ്മിച്ചു. പിന്നെ അതിന്റെ ഒരു പോസിറ്റീവ് ആൻസർ, പോസിറ്റീവ് യെസ് എന്ന് പറഞ്ഞൊക്കെ പോസിറ്റീവ്സ് ആണ്. പോസിറ്റീവ് ആൻസർ നമ്മൾ എഴുതി. അത് രവി പാൽ കുടിക്കുന്നു. ഇനി നമ്മൾ നെഗറ്റീവ് ആൻസർ എങ്ങനെ എഴുതാം? ഒരു വാചകത്തെ എങ്ങനെ നെഗറ്റീവ് ആക്കി മാറ്റാം? അസർട്ടീവ് സെന്റൻസിനെ മറക്കരുത് എപ്പോഴും കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്. വി ആർ ഡീലിംഗ് വിത്ത് അസർട്ടീവ് സെന്റൻസസ് ടു സ്റ്റഡി ദ ടെൻസസ്. അസർട്ടീവ് സെന്റൻസുകളെയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇതില് ഏത് വന്നിട്ട് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇത് രണ്ടും ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ചോദ്യവാചകങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതിൽ പഠിച്ചു. ഇനി പോസിറ്റീവ് സെന്റൻസ് ഒന്ന് എഴുതി. അത് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. എസ് ചേരുന്നത്. ഇനി നെഗറ്റീവ് അവിടെ ശ്രദ്ധിക്കാം. ഹൗ ടു മേക്ക് എ സെന്റൻസ് ഇൻടു നെഗറ്റീവ്. ഹൗ ക്യാൻ മേക്ക് എ സെന്റൻസ് നെഗറ്റീവ്? ഞാൻ ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആവണ്ട. ആദ്യത്തെ ടെൻസ് പഠിക്കുമ്പോൾ ഒന്നങ്ങനെ ഞാൻ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. വലിയവർ കാണുന്നുണ്ടെങ്കിൽ അത് ഓർമ്മിക്കണം എപ്പോഴും. ചിലപ്പോൾ തോന്നുമോ എന്താ ഇയാൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മനസ്സിൽ ചെറിയ മക്കളാണ്, അതായത് UP സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് മനസ്സിലാക്കുക എന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോ നെഗറ്റീവ് ആക്കുക. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതന്നെയാണല്ലോ നമ്മൾ യെസ് നോട്ട് ഇവിടെ എഴുതി. ഒരു വാചകത്തിന്റെ ഘടന, അസർട്ടീവ് സെന്റൻസിന്റെ ഘടന SVO ആണ്. ഇംഗ്ലീഷ് മറന്നില്ല. എങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. മറക്കരുത്. ഇതിനോട് കറക്റ്റായിട്ട് കയറിയില്ല. ഈ എസിന്റെയും വിയുടെയും ഇടയിൽ ഇവിടെ മൂപ്പര് താമസിക്കാൻ പറയാൻ പോണ സാധനം കേട്ടോ. ഇവിടെ കിടന്നുണ്ട്. ഇവിടെയാണ് വരിക. എസിന്റെയും വിയുടെയും ഇടയിൽ, ദാറ്റ് മീൻസ് ഇതിന്റെ ഇടയിൽ വരും. അതിന്റെ ആ വാചകത്തിലെ ടെൻസിന് അനുയോജ്യമായ ഓക്സിലിയറി വെർബും അതിന്റെ കൂടെ നോട്ടും. അപ്പൊ ഒരു വാചകം നമുക്ക് പരീക്ഷിക്കും നെഗറ്റീവ് ആക്കാൻ തോന്നുന്നു വിചാരിക്കും. ചേഞ്ച് ഇൻടു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ അങ്ങനെ തരാറുണ്ട്. അല്ലെ അങ്ങനെ നെഗറ്റീവ് ആക്കേണ്ട ഒരു സന്ദർഭം നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ വന്നു വിചാരിക്കും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പണ്ടത്തെ ചോദ്യങ്ങൾ വേറെ രീതിയിലുള്ള അവതരണമാണ്. കുറേ പ്രായോഗികമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് എഡിറ്റിങ്ങിൽ. നമുക്കൊരു വാചകത്തിനെ നെഗറ്റീവ് ആക്കണം. അപ്പൊ പിന്നെ അതിലൊരു വാചകം ഉണ്ട്. ആ വാചകത്തിനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കണം. ആ വാചകത്തിന്റെ ടെൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സുഖമായി. ആ ടെൻസിന്റെ ഓക്സിലിയറി വെർബ് എടുക്കുക. അതിന്റെ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ ആ ഓക്സിലിയറി വെർബ് എഴുതിയിട്ട് നോട്ട് വെച്ചു. നോട്ടോ ഇൻഡ് എന്നൊക്കെ ഉപയോഗിക്കും. നോട്ടിന്റെ ചുരുക്കം മനസ്സിലായോ? അപ്പൊ എങ്ങനെ ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കുക? തന്നെ വാചകം തന്നെയാണ്. പക്ഷേ നോ രവി സബ്ജക്റ്റ് ആണോ ആദ്യം എഴുതുന്നത്? രവി. ഇനി ഈ ഡ്രിങ്ക്സ് എന്ന വെർബ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ അതിന് അനുയോജ്യമായ ഓക്സിലിയറി വെർബും നോട്ടും ചേർത്ത് വെക്കണം. അനുയോജ്യമായ ഓക്സിലിയറി വെർബ് രവി ഏകവചനായതുകൊണ്ട് ഡസ് ആണ്. നമ്മുടെ കയ്യിൽ ഡസും ഡൂയേ ഉള്ളൂ ഈ ടെൻസിൽ. രവി ഏകവചനായതുകൊണ്ട് ഡസ്, അതിന്റെ കൂടെ നമ്മൾ നോട്ട് വെക്കുക. ഡസ് നോട്ട്. രവി ഡസ് നോട്ട്. അപ്പൊ രവി സബ്ജക്റ്റ് പ്ലസ് ഓക്സിലിയറി വെർബ്. ഇനി
എന്താണ് വേണ്ടത്? വെർബ് എസ് വി. ഇതിന്റെ ഇടയ്ക്കാണല്ലോ ഓക്സിലറി വെർബ് നോട്ട് വെക്കാൻ പറഞ്ഞു ഞാൻ. എന്താ രവി സബ്ജക്ട്, അതിന്റെ ഇടയിൽ ഡസ് നോട്ട് വെച്ചു. ഇനി ഡ്രിങ്ക്. ഡ്രിങ്ക്സ് എഴുതണ്ടേ? DRINKS എഴുതണോ? വേണ്ട, കാരണം ഇവിടെ ആര് വന്നിട്ടുണ്ട്? ഡസ്. അപ്പൊ രവി ഡസ് നോട്ട് ഡ്രിങ്ക് വാട്ട്? മിൽക്ക്. ഈ വാചകം എഴുതി. നമ്മളിപ്പോ എത്ര വാചകം എഴുതി നോക്കാം. 1 2 3 4 5 വാചകങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഒരു എക്സാമ്പിളില് 5 വാചകങ്ങൾ. അപ്പോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് രവി പാൽ കുടിക്കുന്നു എന്ന്. രവി പാൽ കുടിക്കുന്നു. രവി ഡ്രിങ്ക്സ് മിൽക്ക്. SVO. Then we are going to make a question here. We have prepared a question here. We want to get the object as an answer here, that is milk. Then the question in Malayalam is Ravi endu kudikkunnu. What does Ravi drink? Question made auxiliary subject verb എന്നുള്ള രീതിയിൽ നമ്മൾ അത് വെച്ചു. ഡസ് ഉപയോഗിച്ചതുകൊണ്ട് വെർബിന്റെ കൂടെ എസ് ഒഴിവാക്കി. Then we have prepared a doubtful question or yes or no question. Doubtful question or yes or no question. What is doubtful question? അതില് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. സ്ട്രക്ചറലി പറയുകയാണെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി. അപ്പോ നമ്മൾ തുടങ്ങേണ്ടത് ഓക്സിലറി വെർബിന്റെ മുകളിലാണ്. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, പിന്നെ വാചകത്തിൽ ബാക്കിയുള്ളത് വീക്കാണ്. അത് എഴുതി ഒബ്ജക്റ്റ് എഴുതി ചേർത്തു. There is a question mark. Then positive answer. Yes, Ravi drinks milk. സാധാരണ മതം assertive sentence. Then we have prepared a negative reply there. No. അല്ല. രവി ഡസ് നോട്ട് ഡ്രിങ്ക് മിൽക്ക്. രവി മിൽക്ക് കുടിക്കുകയല്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ അതിനനുയോജ്യമായ ഓക്സിലറി വെർബ്, 2 ഓക്സിലറി വെർബ് നമ്മുടെ അടുത്തുള്ളൂ. ഇപ്പോ ഡു ഡസ്, അതില് ഡസ് ആണ് അവിടെ യോജിച്ചത്. രവി ഏകവചനായതുകൊണ്ട് അതിന്റെ കൂടെ നോട്ട് ചേർത്തു. പിന്നെ വെർബിൽ അപ്പൊ ഈ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ അനുയോജ്യമായ ഓക്സിലറി വെച്ചിട്ട് അതിന്റെ കൂടെ നോട്ട് ചേർത്താൽ വാചകം